നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. നല്ലപോലെ ഉടച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് അനുസരിച്ച് ഏതാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കണം. ചെറുതായി അരിഞ്ഞ വെജിറ്റബിളാണ്. ഞാൻ ക്യാരറ്റും ബീൻസുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്നത് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. കൂടുതൽ സമയം നമുക്ക് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മത്തങ്ങയുടെ കഷ്ണം ചെറുതായി ചീവിയെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾ കഴിക്കാത്ത ചില വെജിറ്റബിളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾ കഴിക്കും. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മസാലകളൊന്നും ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് ചെറുതായി അരിഞ്ഞത്, നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കാബേജും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിക്കാത്ത പച്ചക്കറികളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടച്ച് വെച്ച മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒക്കെ ഉപയോഗിക്കാം. നമ്മൾക്ക് ഡിന്നറിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല നോൺ സ്റ്റിക്ക് ഒരു പാത്രം എടുക്കുക. അടികട്ടിയുള്ള ഇല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഉരുളിയോ എന്തെങ്കിലും എടുത്താലും മതി. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾക്കിത് ഇതുപോലെ തട്ടി യോജിപ്പിച്ച് കൊടുക്കണം. എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കൂടുതൽ എണ്ണയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു പാത്രം വെച്ച് ഒന്ന് തിരിച്ച് ഇതിൻ്റെ മറുഭാഗം കൂടെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇത് മറുഭാഗം വേവിച്ചെടുത്താൽ മതി. മൂടി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ബോക്സിലേക്കായാലും നിങ്ങൾക്ക് ഡിന്നർ ആയാലും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരു കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് വയറ് ഫുള്ളാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ബ്രെഡ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.